എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഫോം ഷീറ്റിൻ്റെ ചെറിയ പീസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യണത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഫോം ഷീറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പീസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള 3 സ്ട്രിപ്പുകൾ ലാസ്റ്റ് വരെ കട്ട് ചെയ്യുക. ലാസ്റ്റ് ഇങ്ങനെ വിടിയിക്കരുത്, വിടിയിക്കുന്നത് വരെ കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ മുടിയൊക്കെ മെടഞ്ഞിടില്ലേ, പിന്നിടുക മെടഞ്ഞിടുക എന്നൊക്കെ പറയും. അതേ രീതിയിൽ ഒന്നിങ്ങനെ മെടഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ വല്ലാണ്ട് ഇങ്ങനെ ടൈറ്റ് ആക്കണ്ട. ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ഫുള്ള് മെടഞ്ഞെടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്കൊന്ന് ഗം വെച്ചിട്ട് ഒട്ടിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ അറ്റത്തെത്തുമ്പോൾ ഒന്നുകിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടോ ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു തുമ്പൊക്കെ വെട്ടി കറക്റ്റാക്കുക. ഇനി നമുക്ക് ഈ മെടഞ്ഞെടുത്തതിനെ ഒന്ന് ശരിക്കും നേരെയാക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ നേരത്തെ ബാക്ക് സൈഡാണ് മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നത്, അതൊക്കെ ഒന്ന് മറിച്ച് കറക്റ്റാക്കുക. എന്നിട്ട് ആ ഒരു തുമ്പ് ഭാഗമല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം 2 സൈഡും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴായാലും ഗ്ലൂ ഗണ്ണായാലും അല്ലെങ്കിൽ ഫെവിക്കോളായാലും മതി. എന്നിട്ടിങ്ങനെ ചുരുട്ടുക. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക ലാസ്റ്റ് വരെ. എന്നിട്ട് ലാസ്റ്റ് ഭാഗത്തുമ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ളൊരു റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് 2 ലീഫും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അതേ നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ടിക്ക് ക്ലിപ്പില്ലേ അതിലൊക്കെ കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ നല്ല ഭംഗിയുള്ള ഫ്രോക്കിലും വെച്ച് കൊടുക്കാം. സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുത്താൽ മതി. കഴുകുന്ന സമയത്ത് ഊരിയാൽ മതി. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ലേ, സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇതാ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കാട്ടിത്തരാം കേട്ടോ. ആദ്യം ഒരൊറ്റ സ്ട്രിപ്പിനെ 3ആക്കി കട്ട് ചെയ്യുക, വിട്ടു പോകാണ്ട് തന്നെ. എന്നിട്ട് അതിനൊന്ന് മെടഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ. അതിനുശേഷം ചുരുണ്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് ആ ഒരു തിളക്കമുള്ള ഭാഗം ഫ്രണ്ടിലേക്ക് ആക്കുക. കണ്ടോ, ആ ഒരു തുമ്പത്ത് ഗം അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് 2 ആ ഒരു കോർണറുകളും ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കാം. ലാസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട്. കണ്ടോ, അപ്പോൾ അതാ വീണ്ടും ഒരു റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗ്രീൻ കളറുള്ള ലീഫ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള റോസാപ്പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സാധാരണ ഫോം ഷീറ്റിനേക്കാളും ഗ്ലിറ്റർ ഫോം ഷീറ്റാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ മറ്റേതിലായാലും ചെയ്യാം കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്